അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ അതാണ് പ്രവചനം. എന്നെ അമ്പരപ്പിച്ച ആദ്യത്തെ ബൈബിൾ പ്രവചനമാണ്. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണെങ്കിലും എസ്എഫ്ഐയും ഡിവൈഎഫ്ഐയുമാണ് മനുഷ്യന് പ്രവർത്തിക്കാൻ കൊള്ളുന്ന സംഘടനകളെന്ന് വിചാരിച്ച് ജീവിച്ചൊരു കാലഘട്ടത്തിൽ ബൈബിളിനെ കേവലം ചവറ്റുകുട്ടയിൽ വലിച്ചെറിയേണ്ട ഒരു പുസ്തകമാണെന്ന് ചിന്തിച്ച കാലഘട്ടത്തിൽ എൻ്റെ ശ്രദ്ധ തിരിച്ചൊരു ഭാഗമാത്. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അന്ന് മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. മതി. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും, എന്താ അവിടെ എഴുതിയിരിക്കുന്ന? ഇംഗ്ലീഷ് വായിക്കുമ്പോഴേ പ്രവചനം മനസ്സിലാകത്തുള്ളൂ. എലമെന്റ് ഷാൽ മെൽറ്റ് വിത്ത് ഫെർവെന്റ് ഹീറ്റ്. എലമെന്റ്, ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണികയായി വിശ്വസിപ്പിക്കപ്പെട്ട എലമെന്റ് അത്യധികമായ ചൂടിനാൽ അഴിയും, വിഭജിക്കപ്പെടും. 1945 വരെയുള്ള ഓക്സ്ഫോർഡ് ഡിക്ഷണറികൾ, അല്ലെങ്കിൽ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ, അമേരിക്കൻ എൻസൈക്ലോപീഡിയ, ഇവയൊക്കെ പരിശോധിച്ചാൽ എലമെന്റിന് കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ എന്തായിരുന്നു? An element is an ultimate constituent of a matter which cannot be further separated. എലമെന്റ് എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണികയാണ്. അതിനെ പിന്നെ വിഭജിക്കാൻ സാധ്യമല്ല. 1945 വരെ ശാസ്ത്രം അതാണ് പറഞ്ഞത്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മുക്കുവൻ എഴുതി വെച്ചിരിക്കുകയാണ്, മൂലപദാർത്ഥം കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ചരിത്രം നമുക്കറിയാം. 1945 ഹിരോഷിമയിൽ ബോംബ് വീണപ്പോൾ സംഭവിച്ചതാ. അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ എൻറിക്കോ ഫെർമിയും ഓപ്പൺഹൈമറും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം ചരിത്രത്തിൽ ആദ്യമായി എലമെന്റിനെ വിഭജിച്ചു. അപ്പോൾ ശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് തിരുത്തി എഴുതേണ്ടി വന്നു. പക്ഷേ 2000 വർഷം പഴക്കമുള്ള ഒരു മുക്കുവന്റെ പ്രവചനം അതുപോലെ നിറവേറി. അതാണ് ബൈബിൾ പ്രവചനങ്ങളുടെ പ്രത്യേകത. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ബാബ വാങ്കയും ജീൻ ഡിക്സനും അതുപോലെ തന്നെ നോസ്ട്രഡാമസും പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട കണക്ഷനില്ലാത്ത, പരസ്പര ബന്ധമില്ലാത്ത പ്രവചനങ്ങളല്ല പറഞ്ഞു വെച്ചത് ദൈവത്തിന്റെ വചനം. 1400 വർഷത്തെ ടൈം സ്പാനിനകത്ത് 40-ൽ പരം എഴുത്തുകാരിലേക്ക് ദൈവം ഭാഗമായി വിളമ്പിക്കൊടുത്ത സ്വർഗീയ പ്രവചനങ്ങളുടെ അരുളപ്പാടുകളാ. അതിന് പരസ്പര ബന്ധമുണ്ട് കേട്ടോ. സ്തോത്രം. യേശുക്രിസ്തു ജനിക്കുന്നതിന് 7 നൂറ്റാണ്ട് മുൻപ് ദാനിയേൽ എന്ന പ്രവാചകന്റെ ഏൽപ്പിച്ച വേദഭാഗമുണ്ട്. 200 അതിനുശേഷം ഏതാണ്ട് സ്തോത്രം 300-400 വർഷങ്ങൾക്ക് ശേഷമാണ് ആ പ്രവചനത്തിന്റെ തുടർച്ച യോഹന്നാൻ എന്ന വെളിപ്പാടുകാരന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു ഒറ്റ പദ്ധതിയുടെ വിവിധ വശങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം നിർമ്മിക്കാൻ പോകുന്ന ആൾ, ആ കെട്ടിടത്തെ 10 വർഷം കൊണ്ട് നിർമ്മിക്കാൻ പോകുന്ന ആൾ പലരോട് പറയുകയാണെന്ന് വെക്കുക, ഞാനതിൻ്റെ വടക്ക് വശത്തെ ഒരു ഗോപുരം പണിയും, ഞാനതിൻ്റെ തെക്ക് വശത്തെ മതിലൊരു വലിയ വാതിലുണ്ടാക്കും, ഞാനതിൻ്റെ പിൻവശത്തൊരു വലിയ പ്രതിമ ഉണ്ടാക്കി വെക്കും എന്നിങ്ങനെ പലരോടായിട്ട് താൻ ഉണ്ടാക്കാൻ പോകുന്ന കെട്ടിടത്തെക്കുറിച്ച് പലരോടായിട്ട് തൻ്റെ അഭിപ്രായങ്ങൾ, തൻ്റെ ഹൃദയത്തിലെ പദ്ധതികൾ വെളിപ്പെടുത്തിയതുപോലെ ദൈവം താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള അവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന സ്വർഗീയ പദ്ധതികൾ കുറേശ്ശെയായി വെളിപ്പെടുത്തുകയാണ്. ഈ പ്രവചനങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് ചരിത്രം നോക്കണം. ഞാൻ ഞെട്ടിപ്പോയി ആ പ്രവചനം കണ്ടിട്ട്. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ഇരുട്ടിന്റെ പുകമറയ്ക്കപ്പുറത്ത് സകലത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരത്രേ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം. ഇന്ന് അവൻ എത്ര പേർക്ക് മഹത്വം കൊടുക്കാൻ കഴിയും? എത്ര പേർ ആ ദൈവത്തെ കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്തും? അത് വെറുതെ അങ്ങ് എഴുതി വെച്ചതല്ല, അത് നടക്കുന്ന സമയമുണ്ട്. എപ്പോഴാ നടന്നേ? 1945 2ാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിൽ ബോംബ് വീണപ്പോൾ അത് സംഭവിച്ചു.
ആ ബോംബ് പൊട്ടിയതിന് താഴെയുള്ള ഭൂമി ഉരുകിത്തിളച്ച് വേറൊരു സാധനമായി മാറിപ്പോയി. മണ്ണല്ല, മണലല്ല, അത് മറ്റെന്തോ ആയി മാറിപ്പോയി. ഭൂമിയും അതിലെ പണികളും വെന്തു പോകും. അതെങ്ങനെയാണ് എന്ന് ദൈവം കാണിച്ചു തന്നു. ഇനി വരാനിരിക്കുന്നത് കാണാനേ ഉള്ളൂ. അണുവിസ്ഫോടനം നടന്ന ദിവസം അവിടെ സംഭവിച്ചൊരു കാര്യം, പല കാര്യങ്ങളുണ്ടായി. അതിലൊരു കാര്യം ദൃക്സാക്ഷികൾ വിവരിച്ചത് കേട്ട് ലോകം ഞെട്ടിത്തെറിച്ചു പോയി. സെഖര്യാവ് 14:12 എടുത്തു വെച്ചോ, വായിക്കാം. പിന്നെ ലോകം ഞെട്ടിപ്പോയി. അവിടെ എന്താ സംഭവിച്ചെന്നറിയോ? ബോംബ് പൊട്ടി. പെട്ടെന്ന് നിലത്ത് നിൽക്കുന്ന ചിലരുടെ കണ്ണുകൾ പൊരിച്ച് തലച്ചോറ് ഒഴുകി താഴോട്ട് വന്നു. നാക്ക് അഴുകി താഴോട്ടൊഴുകി. അവർ നിലത്തു വീഴുന്നതിന് മുമ്പേ അകത്തെ അവയവങ്ങൾ, സോഫ്റ്റായ അവയവങ്ങൾ ഈ ഉഗ്രമായ ചൂടിൽ പെട്ടെന്ന് ഉരുകിയിട്ട് പുറത്തേക്ക് വന്നു. ആ കാഴ്ച സംഭവിച്ചെങ്കിൽ 2700 വർഷങ്ങൾക്ക് മുൻപ് ദൈവം ആ കാഴ്ച വേറൊരുത്തന് കാണിച്ചു കൊടുത്തൊരു പ്രവാചകന്. വായിക്കാം. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത് അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞൊഴുകി പോകും. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ, അവർ മരിച്ച് നിലത്ത് വീഴുന്നതിന് മുൻപേ അവരുടെ മാംസം ചീഞ്ഞൊഴുകി ഒഴുകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞൊഴുകി പോകും. കൺതടങ്ങളിൽ നിന്ന് കണ്ണുരുകി താഴെ വരും. അത് കഴിഞ്ഞ ആള് നിലത്ത് വീഴുന്നത്. വായിക്കാം. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞൊഴുകി പോകും. 2700 വർഷങ്ങൾക്ക് മുൻപ് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പ്രവാചകന് കാണിച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തെ കാണുമ്പോഴാണ് നമ്മൾ ഇരുട്ടിന്റെ മാറിപ്പോകുന്നത്, ദൈവവചനത്തിന്റെ സത്യങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ കർത്താവ് വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. ഇനി ഇത് സംഭവിക്കാൻ പോകുന്നത് എപ്പോഴാണെന്നറിയോ? 3-ാം ലോക മഹായുദ്ധത്തിലാണ്. സ്തോത്രം. 3-ാം ലോക മഹായുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പൂർവകാല പദ്ധതി. ആ പൂർവകാല പദ്ധതിയിൽ സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളിൽ ചിലതാ. അതെല്ലാം കൂടെ പ്രസംഗിക്കാൻ എനിക്ക് സമയമില്ല. സ്തോത്രം. വലിയ ദുരന്തം വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആയിരക്കണക്കിന് വർഷങ്ങളായി ജീവിച്ചിരിക്കുന്ന അദൃശ്യനായ സർവശക്തനായ തന്റെ കരം കൊണ്ട് സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ പന്തലിനകത്ത്. ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യമുണ്ട്. ഈ പന്തലിന് മീതെ ആകാശമണ്ഡലത്തിൽ അവിടുന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ദൈവത്തിങ്കിലേക്കുള്ള പോക്കായിരിക്കണം വെളിച്ചത്തിലേക്കുള്ള പോക്ക്. ഇനി ചരിത്രപരമായ മറ്റൊരു പ്രവചനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയൊരു നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. യെഹെസ്കേലിൻ്റെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യവും 14-ാം വാക്യവും എടുത്തു വെച്ചു. ചരിത്രപരമായ പ്രവചനമാണ്. ഈ പ്രവചനം ഒന്നും ഒറ്റപ്പെട്ട പ്രവചനമല്ല. വരാനിരിക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതി മുഴുവൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ പദ്ധതിയിൽ നടക്കാനുള്ള ചില കാര്യങ്ങളാണ്. അല്ല നോസ്ട്രാഡാമസ് പറഞ്ഞ പോലല്ല, ജീൻ ഡിക്സൺ പറഞ്ഞ പോലല്ല, ബാബ വാങ്കെ പറഞ്ഞ പോലല്ല. ഈ പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തി ഇതിന്റെ ഭാവി ഭൂതവർത്തമാനാദികളെ തിരുക്കരങ്ങളിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്ന സർവശക്തനായ ഒരു ദൈവം ഇന്ന് രാത്രി നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ അവനിലേക്ക് തിരിയാം, ഇല്ലെങ്കിൽ ലോകത്തിലേക്ക് തിരിയാം. അവനിലേക്ക് തിരിഞ്ഞാൽ അവന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഓടിക്കോണം. ഇയ്യോബിനെ പോലെ അവന് വേണ്ടി മാത്രം കാത്തിരിക്കണം. ദാവീദിനെ പോലെ അവനെ കാണാൻ, അവനെ സ്നേഹിച്ച് കാത്തിരിക്കണം. ശൂന്യങ്കാരത്തിയെ പോലെ അവന്റെ വള്ളിക്കുടലിൽ നിന്ന് ഓടിച്ചെല്ലാൻ അദമ്യമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കണം. വായിക്കാം. അവർ സോരിന്റെ മതിലുകളെ നശിപ്പിച്ച് സോരിന്റെ മതിലുകൾ എന്ന് പറഞ്ഞാൽ ഭൂപടം എടുത്തു നോക്കിയാൽ നമ്മൾ ലെബാനോൻ എന്ന രാജ്യത്തെ കാണുന്നുണ്ട്. മെഡിറ്ററേനിയൻ്റെ പടിഞ്ഞാറേ കരയിൽ പല രാജ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ലെബാനോൻ. പ്രൈസ് ദി ലോർഡ്. ആ രാജ്യത്തിനടുത്ത്, സ്തോത്രം, ആ രാജ്യത്തിന് പടിഞ്ഞാറ് വശത്തായിട്ട് ഇപ്പൊ കടലിൽ മുങ്ങിക്കിടക്കുന്ന പണ്ടത്തെ ഒരു കെട്ടിടത്തിൻ്റെ നാശാവശിഷ്ടങ്ങളുണ്ട്. അത് ടൈർ പട്ടണം.
പണ്ടത്തെ ടയർ പട്ടണം. അവിടെയായിരുന്നു ലോകത്തിൻ്റെ മുഴുവൻ ബിസിനസ് കേന്ദ്രീകരിച്ചിരുന്നത്, കപ്പൽ വഴി. അവിടെയായിരുന്നു സാത്താൻ്റെ പുരോഹിതന്റെ ആ കാലത്തെ സിംഹാസനം ഇരുന്നത്. അവൻ എത്തുബാൽ സോർപട്ടണത്തിന്റെ മഹാചക്രവർത്തി, അവന്റെ മകളെയാണ് സ്തോത്രം ആഹാബ് ആഗ്രഹിച്ചു പോയി കല്യാണം കഴിച്ചത്. അവന്റെ മകൾ പെറ്റ മകളെയാണ് അഥല്യ, യഹൂദ രാജാവിന്റെ മകനായ യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മകൻ കല്യാണം കഴിച്ച അഥല്യ. ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എത്തുബാലിന്, ഇസ്രയേലിന്റെ വാഗ്ദത്ത സന്തതിയെ തീർക്കുക. അതിൻ്റെ പരിണിതഫലമായിട്ടുള്ള ആലോചന അവൻ്റെ മകളായി ഇസബേൽ നടത്തി. ഇസബേൽ എന്താ ചെയ്തത്? ആഹാബിൻ്റെ മക്കളെ 70 പേരെ കൊട്ടയ്ക്കകത്ത് കൊണ്ടുവരുന്ന പണിയാണ് അവൾ ചെയ്തത്. അവളും ചത്തുപോയി, അവളുടെ കെട്ടിയോനും ചത്തുപോയി, 70 മക്കളും ചത്തുപോയി. പിന്നെ മഷിക ജനിക്കാനുള്ള യഹൂദായിലോട്ട് ഒരുത്തിയെ കെട്ടിച്ചു വിട്ടു അഥല്യയെ. അവൾ എന്ത് ചെയ്തു? തൻ്റെ മകനെ കൊത്തിത്തിരിച്ച് യുദ്ധത്തിലോട്ട് വിട്ടു. യുദ്ധത്തിൽ പോയി മകൻ പട്ടുപോയി. മകൻ്റെ മക്കളെ മുഴുവൻ കൊന്നുകളഞ്ഞു. കാരണം യഹൂദായുടെ രാജാവ് ജനിക്കാൻ പാടില്ല, മഷിക വരരുത്. അതാണ് എത്തുബാലിന്റെ പ്ലാൻ. ആ പ്ലാനും കൊണ്ട് അവിടെ ഇരുന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എത്തുബാല്. ആ എത്തുബാലിനോട് പറയുകയാണ്, വായിക്കാം. അതിന്റെ ഗോപുരങ്ങളെ ഇടിച്ചു കളയും. എന്താ കാര്യം എന്നറിയാമോ? അതിന്റെ 1-ാം വാക്യം പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. 11-ാം ആണ്ട് 1-ാം തീയതി. 11-ാം ആണ്ട് 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര, യെരൂശലേമിനെ കുറിച്ച് ഈ സോർ പറയുന്നതാണ്, അതായത് ടയർ പറയുന്നതാണ് യെരൂശലേമിനെ കുറിച്ച്. വായിക്കാം. നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നുപോയി. ആരാ? യെരൂശലേം. ജാതികൾക്ക് ദൈവത്തെ അന്വേഷിച്ച് കയറി വരുവാനുള്ള വാതിൽ തകർന്നുപോയി. അതുകൊണ്ട് അവൾ ശൂന്യമായി തീർന്നിരിക്കയാൽ ഞാൻ നിറയും. ഇനി അവന്റെ പള്ളിയിലോട്ട് ആരും പോകുകയല്ലേ, എൻ്റെ പള്ളിയിലോട്ട് വരും. ഇനി അവന്റെ ചർച്ചിലുള്ളവരൊക്കെ എൻ്റെ ചർച്ചിലോട്ട് വരും. അതാ പറഞ്ഞത്. പക്ഷേ ഈ 2 ചർച്ചും തമ്മിലൊരു ഇച്ചിരി വ്യത്യാസമുണ്ട്. യെരൂശലേം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്. അവിടെ വരുന്നവരൊക്കെ ദൈവത്തെ അന്വേഷിച്ചാണ് വരുന്നത്. പക്ഷെ സോർ എന്ന് പറയുന്നത് സാത്താന്റെ ഇരിപ്പിടമാ, എതിർ ക്രിസ്തുവിന്റെ പുരോഹിതന്റെ സ്ഥാനമാത്. അവിടുന്ന് പല വഴിക്കൂടെ കറങ്ങി തിരിഞ്ഞാണ് ഈ പുരോഹിതൻ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ കുഞ്ഞാടിനെ പോലൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് കണ്ടു എഴുതിയിരിക്കുന്നില്ലേ? അത് അവിടുന്ന് വരുന്നവനാ. ചരിത്രമെല്ലാം കൂടെ പറയാൻ സമയമെടുത്താൽ ബുദ്ധിമുട്ടാവും, പറയുന്നില്ല. വായിക്കാം. ഞാൻ നിറയും. ഇനി അതിന്റെ 14-ാം വാക്യം വായിക്കാം. നിന്റെ വീണകളുടെ നാദം ഇനി കേൾക്കുകയുമില്ല. ഞാൻ നിന്നെ വെറും പാറയാക്കും. നീ വല വിരിക്കാനുള്ള സ്ഥലമായി തീരും. സ്തോത്രം. ഈ പ്രവചനം അച്ചട്ടായി നടന്നു. താഴോട്ട് വായിക്കാം. നിന്നെ ഇനി പണികയില്ല. യഹോവയാ ഞാനത് കൽപ്പിച്ചിരിക്കുന്നു. കൽപ്പിച്ച പണിയല്ല. നീ പണിയല്ലെന്ന് ദൈവമാ കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ എന്തെല്ലാം വട്ടം കൂട്ടിയാലും, എത്ര കോടികളുടെ ആസ്തി ഉണ്ടായാലും, എത്ര മിടുക്കന്മാരായ എഞ്ചിനീയർമാർ കൂടെ ഉണ്ടായാലും, നീ പണിയുകയില്ല. എന്നാൽ നീ പണിയും എന്ന് ദൈവം പറഞ്ഞാൽ, കഷ്ടകാലങ്ങളിൽ തന്നെ നീ പണിയും എന്ന് ദൈവം പറഞ്ഞാൽ, എന്തെല്ലാം തടസ്സമുണ്ടായാലും, വസ്തുവകകൾക്ക്, സാധനങ്ങൾക്ക്, മെറ്റീരിയൽസിന്, സമ്പത്തിന്, പണിക്കാർക്ക്, ടെക്നീഷ്യൻസ്മാർക്ക് എത്ര തടസ്സമുണ്ടായാലും എൻ്റെ ദൈവം അതിന് മേൽനോട്ടം കൊടുക്കുന്നത് കൊണ്ട് അത് പണിയും. യഹോവ പട്ടണം കാക്കാഞ്ഞാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. യഹോവ വീട് പണിയഞ്ഞാൽ പണിയുന്നവൻ വെറുതെ അധ്വാനിക്കുന്നു. യഹോവയോടൊപ്പം നിത്യതയുടെ അവനവന്റെ ഭവനം പണിയുന്നവരായി ഇന്ന് രാത്രികാലം നിങ്ങളുടെ മനസ്സ് തിരിയുമോ എന്നതാ ചോദ്യം. എനിക്ക് നിങ്ങൾക്ക് തരാൻ ഭൗതിക പ്രവചനങ്ങളൊന്നുമില്ല, അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം തീരാറായി. ഇനി ശ്രദ്ധിച്ചോണം, ചരിത്രത്തിലേക്ക് നോക്കൂ. നെബൂഖദ്നേസർ വന്ന് അതിൻ്റെ പൊടി അടിച്ചു വാരി കളയുന്നും കൂടെ എഴുതിയിട്ടുണ്ട് അവിടെ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പൊടി അടിച്ചു വാരി കളയും. നെബൂഖദ്നേസർ വന്നു ഇതിനെ തകർത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് പ്രവചനം പൂർത്തീകരിച്ചില്ല. ദൈവം നോക്കിയപ്പോൾ നെബൂഖദ്നേസർ എല്ലാം ഒന്നും തീർത്തില്ല. അവസാനം ആര് വന്നു? നെബൂഖദ്നേസറിന് ശേഷം
മേദ്യപേർഷ്യ സംസ്ഥാനങ്ങൾ വന്നതിന് ശേഷം പ്രൈസ് ദി ലോർഡ് ഗ്രീക്ക് സാമ്രാജ്യം വന്നു. അലക്സാണ്ടർ ഫിനീഷ്യൻ യുദ്ധത്തിന് വേണ്ടി ഈ സോറിനെ സമീപിച്ചു. അതിലെ സകല മതിലും കല്ലും ഇടിച്ചെടുത്ത് കടലിലിട്ടു. എന്നിട്ടതിലെ പൊടി കഷ്ണങ്ങൾ മുഴുവൻ അടിച്ചു വാരി കടലിലിട്ട് നികത്തി പാലമുണ്ടാക്കാൻ ബണ്ടുണ്ടാക്കി. അത് അവൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ചിന്തയല്ലായിരുന്നു. സോറിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ വിധി നിർണയം നടത്തിയ സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഇന്ന് രാത്രി ശബ്ദ പരിധിക്കുള്ളിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയോടും ഞാൻ പറയട്ടെ, നീ ഈ പട്ടണത്തിൽ എത്ര പ്രതാപശാലിയായിരുന്നാലും, എത്ര കോടിയുടെ ആസ്തികൾ നിനക്കുണ്ടെങ്കിലും, എത്ര വലിയ ബംഗ്ലാവിനകത്ത് നീ പാർക്കുന്ന വ്യക്തിയാണെങ്കിലും, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ മനസ്സ് നിനക്ക് വിരോധമാണെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥലം അവൻ തകർത്ത് പാഴയാക്കി കളയാൻ അവന് കഴിയും. ഞെളിയാതെ കവിണ്ണു വീടുന്ന രാത്രി ദൈവത്തെ സേവിക്കുവാൻ ഉടമ്പടികളെ ചെയ്യുക എന്ന ശക്തമായ ദൂത് ഗൗരവമുള്ള ഭാഷയിൽ ഇന്ന് രാത്രി ഞാൻ നിന്റെ മുൻപാകെ വയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, കഷ്ടകാലങ്ങൾക്കകത്ത് കണ്ണുനീരിന്റെയും കയ്പിന്റെയും ഇല്ലായ്മയുടെയും കാർമേഘങ്ങളുടെയും ഇരുട്ടിന്റെയും ഗതികേടിന്റെയും അർത്ഥപ്പട്ടിണിയുടെയും കയ്പും ഉപ്പും കുടിച്ച് മുൻപോട്ട് പോകുന്ന ദൈവത്തിന്റെ പൈതല് നിന്റെ ജീവിതത്തെ അവൻ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അവന്റെ കൈ തക്ക സമയത്ത് പ്രവർത്തിച്ച് നടത്തിത്തരാൻ വിശ്വസ്തൻ. അതുകൊണ്ട് ദൈവത്തോട് കളിക്കാൻ നിൽക്കരുത്. കാര്യം വലിയ പത്രാസൊന്നുമില്ല. ഈ പന്തലും ഇതിനകത്തിരിക്കുന്ന ആൾക്കാരും ദേശം അറിഞ്ഞുകൊള്ളട്ടെ, ദേശത്തിലെ ശ്രേഷ്ഠന്മാർ അറിഞ്ഞുകൊള്ളട്ടെ, ദേശത്തിലെ പ്രമാണിമാർ അറിഞ്ഞുകൊള്ളട്ടെ. സാമ്രാജ്യങ്ങളെ തകർത്ത് കൽക്കീഴാക്കി കളഞ്ഞ, ഉപ്പ് പോലെ പൊടിച്ച് ചിതറിച്ചു കളഞ്ഞ ബാബിലോൺ സാമ്രാജ്യത്തിലെ അതിശ്രേഷ്ഠ ഭരണാധികാരിയെ നിലത്തിറക്കി കാളയെപ്പോലെ പുല്ല് തിന്നാൻ കാട്ടിലയച്ച ഒരു സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ ജനത്തിന്റെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ജനത്തിന് പോരായ്മകൾ ഉണ്ടാകാം. വചനം അങ്ങനെയും പറയുന്നുണ്ട്, സത്യത്തോടും നീതിയോടും കൂടെ അല്ലെങ്കിലും എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം എന്ന് പറയുന്നുണ്ട്. നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം. നീ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നുവോ? നിന്റെ മേൽ യേശുവിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നുവോ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണോ നിന്നെ സ്നാനജലത്തിലേക്ക് ഇറങ്ങിയത്? എങ്കിൽ നിന്റെ മേൽ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു. നീ അത് മറന്നുപോയാൽ നിന്റെ മേൽ നാമം വിളിക്കപ്പെട്ടിട്ടുണ്ട്. ശൗലിന് നേരെ കവിണിയുമായി അടുക്കുന്ന ദാവീദ് എന്താ പറഞ്ഞിരിക്കുന്നത്? നീ നിന്ദിക്കുന്ന ഇസ്രായേൽ ജനതയുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഈ ജനത്തിന് എന്തൊക്കെ പോരായ്മ ഉണ്ടെങ്കിലും ആ ജനത്തിന്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാമമുണ്ട്. അത് സർവശക്തനായ സൃഷ്ടിസ്ഥിതി സംഹാരകനായ ഏക സത്യ ദൈവമായ യഹോവയാണ്. അവന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി വീട്ടിൽ പോയിരുന്ന് വിചാരിക്കണം, എൻ്റെ മേൽ ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെയായ പോരാ, ഞാൻ വ്യത്യാസപ്പെടണം, ഞാൻ വെളിച്ചത്തിനായി അന്വേഷിക്കണം. ഇല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് വാതിലടയാൻ പോവുകയാണ്. ബുദ്ധിയുള്ളവർ വേദപുസ്തക വെളിപ്പാടുകൾ കണ്ടോ എന്താ പറയുന്നത്? സ്തോത്രം. പത്രോസ് എന്താ പറയുന്നത്? ഈ എണ്ണയെക്കുറിച്ച് എന്താ പറയുന്നത്? ഈ പാത്രങ്ങളിലെ എണ്ണ പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്ക് പത്രോസിൻ്റെ ആ ഭാഷ എത്ര ക്ലാസിക്കൽ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഗുരുവായോണ്ട് ഞാൻ പറയുന്നത് കേൾക്കണമെന്നല്ല. പത്രോസ് മഹിമ കണ്ട സാക്ഷിയാണ്. ഇവർ ക്രൂശിൽ തറച്ചു വന്ന് ഒരു മനുഷ്യനെ പോലെ നിന്നിച്ച് തകർത്ത് കളഞ്ഞ കർത്താവ് ആരാന്നിവൻ മറുരൂപമല്ലേ കണ്ടതാ. മോശയും ഏലിയാവും വന്നവനോട് സംഭാഷണം നടത്തുന്നത് കണ്ടതാ. അവന്റെ മുഖം ശക്തിയോടെ ജ്വലിക്കുന്നതും അവന്റെ വസ്ത്രം മിന്നൽ പോലെ ശോഭിക്കുന്നതും കണ്ടവൻ ബോധം കെട്ടുപോയതാ. ആ ഒറ്റ കാഴ്ച മതി അവനെ വിശ്വസിക്കാൻ. ഞങ്ങൾ കണ്ടതാ. പക്ഷെ ഞങ്ങൾ കണ്ടു എന്നോർത്ത് നിങ്ങൾ വിശ്വസിക്കണ്ട. ഞങ്ങളുടെ പത്രോസ് കണ്ടതാന്നും പറയണ്ട. പ്രവാചകവാക്യം സ്ഥിരമായിട്ടുണ്ട്. ഉദയനക്ഷത്രം ഉദിക്കുന്നത് വരെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ. ആ മലയാളം വേർഷനിൽ ഇച്ചിരി തകരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി അങ്ങ് പറയുന്നത്.
ഇരുണ്ട് നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുന്നത് വരെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ പ്രവാചക വാക്യം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കുപോലെ കാണണം. നീ ആളുകളുടെ അഭിപ്രായവും ലോകത്തിന്റെ ട്രെൻഡും അനുസരിച്ച് ഭാവിയെക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് ഇരുട്ടാണ്. ഇരുട്ടിന്റെ ശക്തികൾ അഴിഞ്ഞാടുകയാണ്. ഇരുട്ടിന്റെ ശക്തികൾ കൺവെൻഷൻ വേദികളിലുണ്ട്. ഇരുട്ടിന്റെ ശക്തികൾ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ കസേരകളിലുണ്ട്. ഇരുട്ടിന്റെ ശക്തികൾ ഉപവാസ പ്രാർത്ഥനകൾക്കകത്തും ഉണർവ് യോഗകളിലും വന്ന് മേയുകയാണ്. ജനത്തെ അവർ വലിച്ചു കളയുകയാണ്. ലോകമോഹങ്ങൾ ഇട്ടുകൊടുത്ത്, ഭൗതിക മോഹങ്ങൾ ഇട്ടുകൊടുത്ത്, നിനക്ക് നല്ല കാർ കിട്ടും, നിനക്ക് നല്ല വീട് കിട്ടും. 300 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് ഞാൻ കാണുകയാണ്. വേറൊരുത്തനാണെങ്കിൽ പോക്കറ്റിൽ നിന്ന് പിടിച്ചോ വീട് വീട് വീട്. ഈ ക്ലിപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവനെയൊക്കെ തന്നെയാണ് പിടിച്ച് പിന്നെ സ്റ്റേജിലേക്ക് കയറ്റുന്നത്. എന്നാ പറയാനാ, ഒന്ന് കിട്ടുമോന്നാ ചോദിക്കുന്നത്. നമുക്കിവനെ ഒന്ന് ഇപ്പം നിങ്ങളെല്ലാവരും കൂടി പക്ഷേ ഇന്നുകൊണ്ട് മതി കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പണി നിങ്ങൾക്കിരിക്കും, ഞാനങ്ങ് പോവും. അത് മനസ്സിലായോ? അല്ല, ഇത് പ്രസംഗിച്ച് തീർക്കാനൊന്നും കരാറെടുത്തിട്ടല്ല നമ്മൾ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ ദേശവും ഇവിടെ കൂടി വരുന്ന ദൈവത്തിൻ്റെ ജനവും മറന്നുപോയ ചില വസ്തുതകൾ ഓർപ്പിക്കാനാ. നിന്നോട് ദൈവം ചോദിക്കാനാ, നീ ലോകത്തിനു വേണ്ടിയോ ജീവിക്കുന്നത്, ദൈവത്തിനു വേണ്ടിയോ ജീവിക്കുന്നത്? നീ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവോ അവന്റെ പാദാന്തികം പ്രാപിക്കുവാൻ? അങ്ങനല്ലേ പാട്ടുകാരൻ പാടുന്നത്? സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനെ, സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനെ, കാണുമതിൻ മധ്യേയും. സ്തോത്രം. പണ്ട് ഇരുട്ടിനകത്തിരുന്ന് വെളിച്ചത്തെ ധ്യാനിച്ചവനാ അത് എഴുതിയത്. ഇന്ന് ഇരുട്ടിനകത്ത് ഇരുട്ടിനെ ധ്യാനിക്കുന്നവനാ. എൻ്റെ അടുക്കളയിലെ പാത്രമെല്ലാം നിറഞ്ഞ കവിയമല്ലോ, എൻ്റെ ബെഡ്റൂമിലെ ബെഡിൻ്റെ കട്ടി പിന്നെ കൂടുമല്ലോ, ഞാൻ ആഞ്ഞിലിയുടെ കട്ടിലെടുത്ത് വെളിയിലിടുമല്ലോ, ഞാൻ ഈട്ടിൽ കെട്ടിൽ പകരം അവിടെ കൊണ്ടയിടുമല്ലോ. എൻ്റെ പഴയ മാരുതി 800 ഞാൻ തോട്ടി കളയുമല്ലോ, എൻ്റെ വീട്ടിൽ പുത്തൻ ബെൻസ് കാറ് കയറി വരുമല്ലോ, എൻ്റെ തൊഴുത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമല്ലോ, എൻ്റെ തോട്ടത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമല്ലോ. ഓരോ പാട്ടേ 3-4 കൊല്ലം മുമ്പ് ഒരു പാട്ടെഴുതി, നന്മ പ്രാപിക്കും ഈ ഇരുട്ടിനകത്ത് കിടന്നവരെല്ലാം കൂടെ, തിന്മ തൊടുകയില്ല. അത് കഴിഞ്ഞ് കൊറോണ വന്ന് കയറി. പാട്ടുണ്ടാക്കിയവരുടെ ഇനത്തിൽപ്പെട്ട 10,000 അങ്ങ് പോയി. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല സത്യം. യേശു ക്രിസ്തുവിനെ പ്രതീക്ഷിക്കുക എന്ന മർമ്മം കൈവിട്ട് കളഞ്ഞവനൊക്കെ പോയി. തിരിയുന്നുണ്ടോ? ആരെങ്കിലും ഇതിലോട്ടൊന്ന് തിരിക്കണ്ടേ ജനത്തെ? അതല്ലപ്പനെ ഇതാ ശരിയെന്നൊന്ന് പറയണ്ടേ? പകരം കൂടെ കൂടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കൊറോണ ദൈവം, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, എനിക്ക് ഒത്തിരി പറയാനുണ്ട് അതിനെക്കുറിച്ചൊക്കെ. പ്രവചന നിവൃത്തിയാ കൊറോണ, അറിയാമോ? അനുസരണം കെട്ട ജനത്തിന്റെ നടുവിൽ പരിശുദ്ധനായ ദൈവം പണ്ടേ ചെയ്തു വെച്ചൊരു പ്രവചനത്തിന്റെ നിവൃത്തിയ. അടിക്കാൻ വടി ഓങ്ങിയത്, അടി വരാൻ പോകുന്നതേ ഉള്ളൂ. കൃപ പ്രാപിച്ചിട്ട് അത് ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കിയിട്ട് പത്യവചനത്തിന്റെ അരുളപ്പാടുകൾ കൊണ്ട് ദൈവം അകം നിറച്ചിട്ട് പോലും ലോകത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും, ലോകത്തിന് കാണാൻ നല്ലതും തിന്മാൻ ഭംഗിയുള്ളതുമായ, കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതുമായ ഒരു ജീവിതത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചും പ്രസംഗിച്ചും പ്രവചിച്ചും ജനത്തെ കളിപ്പിച്ചും അവനവനെ തന്നെ വഞ്ചിച്ചും ജീവിക്കുന്ന ഇരുട്ടിന്റെ സന്തതികളുടെ ഇടയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറി നിൽക്കാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്നവർ കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്നു മുതൽ ക്രിസ്തുവിനെ ആശിക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. അതെന്തിനാണെന്നറിയാമോ പ്രവചനം? യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സോർ പാതാള ഗോപുരമാണ്.
അതുപോലെ പല രാഷ്ട്രങ്ങളുണ്ട് പാതാള ഗോപുരം. അതിനെയൊക്കെ സമയാസമയങ്ങളിൽ ഇടിച്ച് തകർത്ത ദൈവം ഈ ദേശത്ത് ദൈവത്തിൻ്റെ നാമത്തിന് വിരോധമായി ഒരു പാതാള ഗോപുരം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇടിച്ചു തകർക്കുവാൻ ശക്തനാണെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വയാട്ടെ, ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, കൈയടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഏത് ദേശത്തിൻ്റെയും ദേശാധിപതികളെ തകർക്കുവാൻ അവൻ ശക്തൻ. വിശ്വാസികൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ദൈവഭക്തന്മാർക്കത് മനസ്സിലാകാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു. ഈ ദേശത്ത് ശത്രു കെട്ടിയിട്ടിരിക്കുന്ന പുരാതന ഭവനങ്ങൾക്കകത്ത് നിന്നുള്ള തിരഞ്ഞെടുപ്പ് പ്രാപിച്ചതിനെ കെട്ടുപൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ചില പാതാള ഗോപുരങ്ങളുടെ, ചില ദേശാധിപതികളുടെ ശക്തികളുടെ മതിൽക്കെട്ടുകളെ തുകർന്ന് ആ കോട്ടകളുടെ വാതിലുകളെ ഡൈനാമിറ്റ് വെച്ച് ദൈവം തകർത്ത് ഒരു വൻകിട പ്രവൃത്തി ഈ ദേശത്ത് ദൈവം ചെയ്യാൻ പോവുകയാ. കാരണം യഹോവയുടെ ഓഹരി പുറത്തു വരുവാൻ സമയമായതുകൊണ്ട്. സ്തോത്രം. അപ്പൊ പ്രവചനത്തിലേക്ക് നോക്കണം. അതാ പൗലോസ് പറഞ്ഞത്, ഈ ഇരുട്ടിനകത്ത് നിനക്ക് ദൈവമുണ്ടെന്ന് കാണാൻ കഴിയണമെങ്കിൽ നിന്റെ കണ്ടെയ്നറിൽ, പാത്രത്തിൽ പ്രവചനമുണ്ടാവണം. അതാ വെളിച്ചം. ഉദയനക്ഷത്രം ഉദിക്കുന്നത് വരെയുള്ള ഇരുട്ടിൽ, ഹല്ലേലൂയ, നിനക്ക് കിട്ടാനുള്ള വെളിച്ചം പ്രവചനമാ. പ്രവചനമില്ലെങ്കിൽ ഈ പുസ്തകം ഒരു സാധാരണ പുസ്തകമാണ്. അറിയാവോ, പല വിവേകാനന്ദൻ്റെ ഫിലോസഫിയൊക്കെ വായിച്ചു നോക്കണം. ഇളനീര് പോലെ രസകരമാണ് വായിക്കാൻ. എൻ്റെ മാസ്റ്റർ ഓഫ് ഡിവിനിറ്റിയുടെ തീസീസിന് വേണ്ടി ഞാൻ ഈ വിവേകാനന്ദൻ ഫിലോസഫിയെ പോളിൻ ഫിലോസഫിയും കൂടിയാണ് കമ്പയർ ചെയ്തത്. അവരുടെ ഒരുപാട് ആശ്രമങ്ങൾ ഞാൻ സന്ദർശിച്ചു, ഒരുപാട് ഗുരുക്കന്മാരുമായിട്ടൊക്കെ സംവദിച്ചു. എന്ത് രസമാണ്, എന്ത് രുചികരമാണ്, എത്ര വേഗമാണ് അത് നമ്മുടെ മനസ്സിനെ പിടിക്കുന്നത്. അതാ സ്തോത്രം പൗലോസ് പറഞ്ഞത്, തത്വജ്ഞാനവും വെറും സൂത്രവും കൊണ്ട് നിങ്ങളെ ആരും പറ്റിച്ചു കളയരുത്. അവർ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇതുവരെ കിട്ടിയിട്ടില്ല. ദൈവം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. നമുക്ക് ദൈവത്തെ അറിയാം. എൻ്റെ ദൈവത്തെ എനിക്കറിയാം. എന്നാൽ ഈ ഫിലോസഫികളുടെ, അതുപോലെ തന്നെ ഈ നവോത്ഥാനത്തിൻ്റെ ഇരുട്ടിൻ്റെ കൺസെപ്റ്റുകൾ നമ്മുടെ ഉള്ളിൽ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ചെറുതാണോ? ദൈവമില്ല, പ്രപഞ്ചം ദൈവത്തിൽ നിന്നുണ്ടായതല്ല. ആദ്യത്തെ ഫിലോസഫറായ തേലീസ് പറഞ്ഞതുപോലെ ആദിയിലുള്ളതും എല്ലാത്തിൻ്റെയും മൂലതത്വവും വെള്ളമാണ്. 6-ാം നൂറ്റാണ്ടിൽ ഫിലോസഫിയുടെ പിതാവാണല്ലോ തേലീസ്. അതേ നൂറ്റാണ്ടിൽ ഇവിടെ മഹാനാരായണീയ ഉപനിഷത്ത് എഴുതിയ അന്നത്തെ മഹർഷി ഇവിടെ എഴുതി. എന്താ എഴുതിയത്? എല്ലാത്തിൻ്റെയും മൂലതത്വം വെള്ളമാണ്. കാരണം ബാബിലോൺ കാലഘട്ടം മുതലൊരു വെള്ളത്തിൻ്റെ ഓർമ്മ എല്ലാവർക്കും ഉണ്ട്. പറഞ്ഞു മനസ്സിലായോ? അതിനപ്പുറത്തൊന്നും അറിയത്തില്ല. അപ്പം കണ്ടതും കേട്ടതുമായ വസ്തുതകളെ, കണ്ടതും കേട്ടതും ഘ്രാണിച്ചതും രുചിച്ചതും സ്പർശിച്ചതുമായ വസ്തുതകളെ മാത്രം എടുത്തുകൊണ്ട് ഈ കാർബൺ മോളിക്യൂളുകൾ കൊണ്ട് തയ്യാറാക്കപ്പെട്ട തലച്ചോറിനകത്തിട്ട് ഒന്ന് പരുവപ്പെടുത്തി ഇതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന കേവലം ബലഹീനമായ ഒരു ചിന്തയാണ് തത്വശാസ്ത്രം എന്ന് പറയുന്നത്. അത് തേലീസ് മുതൽ ഇങ്ങോട്ട് സോക്രട്ടീസ് ആവട്ടെ, പ്ലേറ്റോയാവട്ടെ, അരിസ്റ്റോട്ടിലാട്ടെ, അതിനപ്പുറത്തെ സ്പിനോസയാകട്ടെ, എല്ലാവരുടേതും ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തെ അറിയുന്നത് തലച്ചോറ് കൊണ്ടല്ല. അണ്ടകടാകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരകനായ ദൈവം ഒരുത്തന്റെയും തലച്ചോറിന് പിടികൊടുക്കുന്നവനല്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജീവിപ്പിക്കപ്പെട്ട ആത്മാവുള്ളവന്റെ ആത്മാവുമായിട്ടാണ് ദൈവം ഇടപെടുന്നത്. അവൻ ആത്മാവ് കൊണ്ടാണ് ദൈവത്തെ ഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസമില്ലാത്തവർ പോലും ആത്മാവ് മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നത്. ആ കാലഘട്ടം മടങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. രാത്രി കാലങ്ങളിൽ ദൈവസന്നിധിയിലിരുന്ന് ജാഗരിക്കുകയും ആത്മാവിൽ പുത്തൻ ഭാഷകൾ പറയുകയും ആത്മാവിൽ ദേശത്തെ കോട്ടക്കൊത്തളങ്ങളെ ഇടിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ആരംഭിക്കട്ടെ. ആത്മശക്തി വളരട്ടെ, പ്രവചനം അറിയട്ടെ. ഈ പ്രവചനങ്ങൾ പഠിക്കാൻ ഒരുപാട് പ്രവചനമുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഒന്ന് തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. അനവധി പ്രവചനങ്ങൾ, എത്രയോ പ്രവചനങ്ങൾ. അത് വെറുതെ കണക്ഷൻ ഇല്ലാതെ കിടക്കുകയല്ല, കണക്റ്റഡായിട്ട് കിടക്കുന്നില്ല. ഒരു വലിയ ഭാവി പദ്ധതി. എന്താണെന്നറിയോ ഭാവി പദ്ധതി? സ്തോത്രം. ഒരു ഹിതം നിറവേറ്റാനാ. എന്താ ഹിതം?
അവൻ പ്രവർത്തിക്കുക തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ. എഫേസ്യ ലേഖനം 1:11 തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ. ടി വിയിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരാൾ പ്രസംഗിച്ചു. പ്രിയമുള്ളവരെയായി നമ്മുടെ ദൈവികതായ ദൈവം, അതെ, നമുക്കറിയില്ല ദൈവഹിതം എന്താണ് എന്ന്. നമുക്ക് അറിയില്ല ദൈവഹിതം എന്താണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രവാചകനെ വിളിക്കുന്നത്. അതിൻ്റെ പുറകെ എഴുതിയിട്ടുണ്ട് ദൈവഹിതം എന്താണ്. ഈ പുസ്തകം വായിക്കണമെന്ന്. ക്രൈസ്തവല്ലോ അത് എടുത്തെങ്കിൽ വായിക്കാം. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ. അതിനു മുമ്പ് 9-ാം വാക്യം വായിക്കാം. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം, യേശുക്രിസ്തുവിൽ പിതാവ് മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. തന്റെ ഹിതത്തിന്റെ, അപ്പൊ ദൈവത്തിന്റെ ഹിതം നമ്മളോട് എന്ത് ചെയ്തു? അറിയിച്ചു. അപ്പൊ പുള്ളിക്ക് അറിയാഞ്ഞിട്ടായിരിക്കും. ഇവർക്ക് മൊത്തത്തിൽ അറിയത്തില്ല, അതാ പ്രശ്നം. പക്ഷെ നമ്മളോട് അറിയിച്ചു ദൈവഹിതം. അതാരാ നമ്മള്? അത് നമ്മളാ. ഏത് നമ്മള്? ചെല്ലു പറയാ അത് നമ്മളെ. ഏത് നമ്മള്? അവിടെ പറഞ്ഞിരിക്കുന്ന നമ്മള് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാനിരിക്കുന്ന സഭയാ. ആ കൂടെ ഉള്ളവരാ നമ്മളെങ്കിൽ അത് നമ്മളാ. പക്ഷെ അതിന് ചെലവുണ്ട്. അതിനെന്നാ ഉണ്ട്? അവരുടെ സ്റ്റാറ്റസ് എന്താ അറിയാവുന്ന? ആ നമ്മുടെ 1 കൊരിന്ത്യർ 6:19-20 എഴുതിയിരിക്കുന്നു, നാം നമ്മൾക്കുള്ളവർ അല്ല, അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. പിന്നെ നമുക്കുള്ളത് മുഴുവൻ അവനാ. ഒറ്റ സ്വതന്ത്രം വരില്ല. ഈ സൈഡിൽ നിന്നെങ്ങാണ്ടൊരു ചതഞ്ഞ ആമയം വന്നു. നമ്മുടെ ശരീരവും മേടിച്ചിരിക്കുക. പിന്നെ നമ്മുടെ വീട് അവനുള്ളതാണോ? പിന്നെ നമ്മുടെ പറമ്പ് അവനുള്ളതാണോ? അറിയാതെ ആരാണ്ടോ അല്ലേലും അവിടെ പറഞ്ഞു, പിന്നെ പറഞ്ഞില്ല. പിന്നെ നമ്മുടെ സമ്പാദ്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, ടാലന്റ്, ഇത് വല്ലതും നമുക്കുള്ളതാണോ? എല്ലാം അങ്ങേ മഹത്വത്തിനാ, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. അറിയാം, പണ്ട് പാടിയിട്ടുണ്ട്. പണ്ട് പാടിയതാ. പിന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ വേണ്ടെന്ന് വെച്ചാ. സ്വത്രം നമ്മുടെ ശമ്പളം അവനുള്ളത്, നമ്മുടെ കാശുള്ളത്, നമ്മുടെ പറമ്പിക്കുന്ന തടി അവനുള്ളത്, സ്വത്രം നമ്മുടെ കുരുമുളകിൻ്റെ വരുമാനം അവനുള്ളത്. സഭയുടെ കാര്യം എഴുതിയേക്കുന്നത്. പ്രിയ വിലമതിക്കപ്പെട്ട ദൈവജനമേ, അക്കരെ പോണേ ശകലം ചെലവുണ്ട്. ഈ ബൈബിൾ ദുർവ്യാഖ്യാനം ചെയ്ത് നല്ല കളിയാണ് ഒരു കൂട്ടർ കളിക്കുന്നത്. കൃപയല്ലെങ്കിൽ പ്രവൃത്തികളല്ല, അല്ലെങ്കിൽ കൃപ. ശരിയാ, സ്തോത്രം. കൃപയാല രക്ഷ. എന്താ കാര്യം? ഇത് വില കൊടുത്ത് മേടിക്കാൻ പറ്റുകയില്ല. ഇതിൻ്റെ വില ദൈവപുത്രൻ്റെ പ്രാണനാ. അത് നമുക്ക് കൊടുക്കാൻ പറ്റൂല. സ്തോത്രം. പറ്റുമോ? അത് വില കൊടുത്ത് മേടിക്കുവാൻ ആർക്കും കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് പിതാവിന്റെ മുടിയിൽ പ്രമോദിച്ചു കൊണ്ടിരുന്നവൻ തന്റെ അധികാര ചിഹ്നങ്ങളൊക്കെ ഊരിക്കൊടുത്തിട്ട് ഈ ഭൂമിയിലേക്ക് ദാസനെ പോലെ ഇറങ്ങി വന്ന് നമുക്ക് പകരം മറുവിലയായി യാഗമായത്. പക്ഷേ അതിനിടയ്ക്ക് ഒരു കച്ചവടം നടക്കും എന്നുള്ളത് പലർക്കും അറിയത്തില്ല. അപ്പം നമ്മൾ അവൻ്റെ പ്രാണനിലൂടെയുള്ള രക്ഷ നമ്മൾ മേടിച്ചപ്പം നമ്മളെ അവൻ വിലയ്ക്ക് മേടിച്ചു. ഇത് പലർക്കും അറിയത്തില്ല. അപ്പം കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെ കൃപയല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഇതൊക്കെ സിമ്പിളാണെന്ന്. ഇതൊക്കെ ഈ കള്ളന്മാർ പലരും ഇട്ടെന്ന് കൊനസ്റ്റാക്കുവാന്നേ. ഈ ദൈവത്തിൽ നിന്ന് ജനത്തെ അകറ്റി ലോകത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി ഫ്രീമേസണിസത്തിന്റെ ആശയങ്ങൾ കലർത്തിയ സാത്താന്യദൂതന്മാർ വളരെ കൃത്യമായിട്ടല്ലേ പ്രൈസ് ദി ലോർഡ് സ്തോത്രം യൂദ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ, നമ്മുടെ ഏകനാഥനായ കർത്താവിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്ന ചിലർ നുഴഞ്ഞു വന്നിരിക്കുന്നു. സ്തോത്രം. ഇപ്പൊ ഈ സ്റ്റേജിലോട്ട് കയറി വരണേ, ഒന്ന് ഇതിലേ വരണം, അല്ലേ ഇതിലേ വരണം, അല്ലേ ഇതിലേ വരണം. ഇതിലേ വരുന്ന ഡീസന്റ്, പിന്നെ അതിലേ വേണേലും വരാം. പതുക്കല്ല ദപ്പുറത്തെ കർട്ടൻ പൊക്കി അതിലേക്കൂടെ ഒരാൾ വരുവാണേലോ, അതിനാ നുഴഞ്ഞു കയറ്റം എന്ന് പറയും. പറഞ്ഞ മനസ്സിലായോ?
അതിവിടെ അങ്ങനെ പറയണമെന്നില്ല, കാരണം വരാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതിൽ ആരുടെയും ദൃഷ്ടിപ്പെടാതെ വന്നതേ ഉള്ളൂ എന്ന് വയ്ക്കാം. ഒരു വീട്ടിൽ കയറാൻ വാതിലുണ്ട്. പഴയ ഓലമടഞ്ഞ വീടിൻ്റെ ആ ഓലയുടെ മെടലയുടെ ഇടയിൽ കൂടെ വലിഞ്ഞു കയറുന്ന പരിപാടിയാണ് എന്ത്? കൂടാരം. മണലിലടിച്ചിരിക്കുന്ന കൂടാരത്തിൻ്റെ തുണിയുടെ അടിയിലൂടെ നുഴഞ്ഞു കയറുന്ന പരിപാടിയാണ് എന്ത്? പിന്നെ എതിലെയാ വരണ്ടേ? ക്രിസ്തു എന്ന വാതിലിലൂടെ വരണം. ഞാൻ മനസ്സിലാക്കിയ പലരും ക്രിസ്തു എന്ന വാതിലിലൂടെ അല്ല വന്നത്. ക്രിസ്തു എന്ന വാതിൽ എവിടാ കാണുകയെന്നറിയാമോ? കർത്തൃമേശയിലാണ് കാണുക. അറിയാമോ? കർത്തൃമേശ കാണുമ്പം, കർത്തൃമേശ എടുക്കുന്നവർക്ക് ന്യായവിധി ചിലർക്കുണ്ട്. ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ ശിക്ഷാവിധി. അത് ഇംഗ്ലീഷിൽ വായിച്ചു നോക്ക്. ക്രിസ്തുവിൻ്റെ ശരീരത്തെയും അതിൻ്റെ ലക്ഷ്യത്തെയും വിവേചിക്കാതെ ഒരുത്തൻ തിന്നുകയും കുടിക്കുകയും ചെയ്താൽ അവന് ശിക്ഷാവിധിയുണ്ട്. അപ്പോൾ ഈ വെള്ളത്തുണി കൊണ്ട് മൂടിയിട്ട കർത്തൃമേശയ്ക്ക് മുമ്പിലേക്ക് നിൽക്കുന്ന ഒരുത്തൻ, അവൻ്റെ ഹൃദയത്തിൽ പുതിയ പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് വെള്ളം നനച്ചില്ല, കറിയാച്ചൻ അവിടെ പോയി കിടക്കുകയാണ്, നമ്മൾ 2 ദിവസമായിട്ട് പണിക്കേ വരുന്നില്ല, ഇത് ഓർത്തോണ്ടാവൻ നിൽക്കുന്നതെങ്കിൽ അവൻ ശിക്ഷാർഹൻ. കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാൻ സമയമായി, ദൈവമേ വൈകുന്നേരം ആകുമ്പോഴേക്ക് എന്തെങ്കിലും ക്രമീകരണം നടക്കുവാകോ? ഇത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വത്രം ഞാൻ നുറുക്കപ്പെടുന്ന ശരീരമാകുന്നു എന്നൊക്കെ പറഞ്ഞ് പാസ്റ്റർ കൊണ്ട് കൊടുക്കുന്ന ശിക്ഷാവിധി. ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നവർ ആ മൂടിയിട്ട തുണിക്കകത്ത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ ആശയപരമായി കാണണം. അത് അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമല്ല, അപ്പവും വീഞ്ഞും മാത്രമാണ്, അതിനൊരു വ്യത്യാസവുമില്ല. എന്നാൽ ആ കാഴ്ചയിലൂടെ കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ്റെ ശരീരം ക്രൂശിൽ നിന്നെടുത്ത് ഒരു വെള്ളത്തുണി മൂടി വച്ചിരിക്കുന്നത് പോലെ മനസ്സിൽ കാണണം. അതിനെ ഞാൻ അല്പം കൂടെ വിശദീകരിക്കും അടുത്ത സെഷനിൽ, അല്ലെ അതിനടുത്ത സെഷനിൽ. ഈ കാഴ്ച അവൻ എനിക്ക് വേണ്ടി, ആർക്ക് വേണ്ടി? പരമനീതിതൻ ദുരിതത്താൽ എന്നെ അറിവാൻ നിന്നൊരു നേരം, പരമനീതിതൻ ദുരിതത്താൽ എന്നെ അറിവാൻ നിന്നൊരു നേരം, പരമനീയത അറിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ, പരമനീയതാൽ അറിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത, നിനക്കീ വേദന വരുത്തി വെച്ചതി നീജൻ ഞാൻ. അയ്യോ, കണ്ടോ? എനിക്ക് പകരം, ഞാൻ കിടക്കേണ്ടതിന് പകരം, ഞാൻ തകർക്കപ്പെടേണ്ടതിന് പകരം, എനിക്ക് പകരം ഒരു കുറ്റവും ചെയ്യാത്തവൻ എനിക്ക് വേണ്ടി യാഗമായി. അതുകൊണ്ട് നാം അവൻ്റെ ജീവിതത്തിന് കടപ്പെട്ടിരിക്കുന്നു, ജഡത്തിനല്ല. അവൻ്റെ രക്തത്താൽ നമുക്ക് ജഡത്തിൻ്റെ പ്രയോജനമല്ല, ആത്മാവിൻ്റെ പ്രയോജനമാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൽ ആത്മാവ് ഉള്ളത് കൊണ്ട് ജഡത്തിൻ്റെ നിലനിൽപ്പിനുള്ളത്, ഉണ്മാനും ഉടുക്കാനുമുള്ളത് അവൻ തരും. ബാക്കിയൊക്കെ ആത്മാവിൻ്റെ പ്രയോജനമാണ്. നമ്മൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? വെളിച്ചം വേദപുസ്തകത്തിലുണ്ട്, വേദപുസ്തക പ്രവചനമുണ്ട്. മറ്റ് ധ്യാനങ്ങൾ വായിക്കുന്നത് പോലല്ല. 3-3.5 ലക്ഷം രൂപ വില വരുന്ന പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം വാങ്ങിവെച്ച് അനവധി വർഷങ്ങൾ വായിച്ചും പഠിച്ചും കിട്ടാവുന്ന വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ചുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിലെ പ്രവചനങ്ങളെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ദിവസമല്ല 40 ദിവസം ഇവിടെ മീറ്റിംഗ് നടന്നാലും പറഞ്ഞു തീരാനാകാത്ത വിധത്തിൽ ഈ വെളിച്ചത്തിൻ്റെ എണ്ണയുടെ ശേഖരം എനിക്കുണ്ട് നിങ്ങൾക്ക് പകർന്നു തരാൻ. അത് നിങ്ങളുടെ ആവശ്യം പോലിരിക്കും. അപ്പൊ പ്രവചനങ്ങൾ കാണുമ്പോഴാണ് സത്യമാണല്ലോ. പലരുടെ ഉള്ളിലേക്ക് വന്നു, കർത്താവ് ഉണ്ടോ?
കർത്താവ് വരുമോ? ഇതൊക്കെ സത്യമാണോ? ഒരു വഴിക്ക് കർത്താവിനെ ആരാധിക്കുന്നുമുണ്ട്, വേറൊരു വഴിക്ക് ലോകത്തിന് വേണ്ടി തിരിയുന്നുമുണ്ട്. ഞാനിവിടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.